വെൽക്കം ബാക്ക് ടു ഓൾ. ബ്രിക്ക് എന്ന പാഠഭാഗത്തിൽ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ ഉൾപ്പെടുന്നതാണ് അൺസോയിലിങ്, ഡിഗ്ഗിങ്, മോൾഡിങ്, ബ്ലെൻഡിങ്, ടെമ്പറിങ്. ഇത്രയും പ്രോസസ്സ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മോൾഡിങ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പം മോൾഡിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേക്ക് ശേഷം തൊട്ടടുത്ത സ്റ്റെപ്പാണ് മോൾഡിങ് എന്ന് പറയുന്നത്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലേനെ ആവശ്യമായ ആകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രോസസ്സാണ് മോൾഡിങ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മോൾഡിംഗ് ആണുള്ളത്, ഹാൻഡ് മോൾഡിങ്ങും മെഷീൻ മോൾഡിങ്ങും. നിങ്ങൾ ഫിലിംസിലൊക്കെ ഇങ്ങനെ ഇഷ്ടിക ഉണ്ടാക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലേ. പണ്ട് കാലങ്ങളിൽ ഒരു ചക്രം, ഒരു വീലുണ്ടാവും. ആ ചക്രത്തിൻ്റെ മുകളിൽ ഈ ക്ലേ വെച്ചിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു ഹാൻഡ് മോൾഡിംഗ് ആണ്, കൈകൊണ്ടാണ് അത് മോൾഡ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഹാൻഡ് മോൾഡിംഗ് എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ മാനുവലി കൈ ഉപയോഗിച്ച് മോൾഡിംഗ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഹാൻഡ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണ 3 കണ്ടീഷനിലാണ് ഹാൻഡ് മോൾഡിംഗ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ കൂടുതൽ മാൻ പവർ അവൈലബിൾ ആകുമ്പോൾ, അതായത് കൂടുതൽ വർക്കേഴ്സിന് നമുക്ക് ലഭ്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാൻ മോൾഡിങ്ങും ചെയ്യാം. രണ്ടാമത്തേത് ചെറിയ സ്കെയിലിൽ മാത്രം ബ്രിക്ക് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് എന്തുപയോഗിക്കാം, ഹാൻഡ് മോൾഡിങ് ഉപയോഗിക്കാം. സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാം, ഹാൻഡ് മോൾഡിങ് ഉപയോഗിക്കാം. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ റെഡ്ലി അവൈലബിൾ, അതായത് വർക്കേഴ്സൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാകുന്ന സാഹചര്യത്തിലും ഹാൻഡ് മോൾഡിങ് ഉപയോഗിക്കാം. അപ്പം ഇതിൽ നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു മോൾഡ് ഉണ്ടാവും. ആ മോൾഡിന് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സാണ്, അതായത് ഒരു ചതുരാകൃതിയിലുള്ള ഒരു ബോക്സാണിത്. ആ ബോക്സ് എന്ത് ചെയ്യാം, മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗവും ഓപ്പൺ ആയിരിക്കും, താഴെ ഭാഗവും ഓപ്പൺ ആയിരിക്കും. ഇത് വുഡ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഒക്കെ നിർമ്മിക്കാം. ഈ ഒരു ഓപ്പൺ ബോക്സ്, റെക്ടാങ്കുലർ ബോക്സ് വുഡ് കൊണ്ടും സ്റ്റീൽ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മോൾഡിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്ടിക നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പം മോൾഡിങ് കണ്ടോ, ഇവിടെ കൈ ഉപയോഗിച്ച് മോൾഡ് ചെയ്യുന്നത് നമ്മൾ ഇതാണ് മോൾഡ് കേട്ടോ. ഇത് മോൾഡാണ്. ആ മോൾഡിനുള്ളിൽ ക്ലേ നിറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോൾഡിങ്, ഹാൻഡ് മോൾഡിങ് 2 തരത്തിലുള്ളതാണ്. ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്കുണ്ട്, ടേബിൾ മോൾഡഡ് ബ്രിക്കുണ്ട്. അങ്ങനെ 2 ടൈപ്പ് ബ്രിക്കുകളാണ് നമ്മൾ ഹാൻഡ് മോൾഡിങ്ങിൽ ഉള്ളത്. ഓക്കെ, ഇതൊരു മോൾഡിൻ്റെ ഫിഗറാണ് കേട്ടോ, റെക്റ്റാങ്കുലർ മോൾഡിൻ്റെ ഫിഗറാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടേബിൾ മോൾഡഡ് ബ്രിക്ക് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ടേബിൾ മോൾഡഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടേബിൾ മോൾഡഡ് ബ്രിക്കിൽ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹാൻഡ് മോൾഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്, ഒരു ടേബിളിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ മോൾഡിങ് പ്രോസസ്സ് നടക്കുന്നത്. ആ ടേബിളിൻ്റെ സൈസ് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആണ്. നീളം 2 മീറ്ററും വീതി 1 മീറ്ററും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ മോൾഡഡ് ബ്രിക്ക് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ പോട്ട് സ്റ്റോക്കുകളും പിന്നെ അതേപോലെ തന്നെ പാലറ്റ് ബോർഡുകളും ബാർഡ് സ്ട്രൈക്കുകളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, മോൾഡ്, വാട്ടർ പോട്ട് കാരണം കുടം പോലത്തെ സംഭവമാണ്. പിന്നെ പാലറ്റ് ബോർഡുകൾ, മോൾഡുകൾ, ഇതൊക്കെ നമ്മൾ ടേബിൾ മോൾഡഡ് ബ്രിക്ക് നിർമ്മിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു, മോൾഡ്,
പിന്നെ വാട്ടർ പോട്ടുകൾ, പാലറ്റ് ബോർഡുകൾ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ എഫിഷ്യൻസി ഗ്രാജ്വലി കുറയും. എന്തുകൊണ്ടാണ് സമയം കൂടുന്തോറും ഇതിൽ മോൾഡ് ചെയ്തെടുക്കുന്ന ബ്രിക്കിൻ്റെ എഫിഷ്യൻസി കുറയുന്നത്? അതെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം പ്ലേസിൽ കുറേ ലോങ് ഡ്യൂറേഷനിൽ സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ടാണ് ഈ ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്നത് അല്ലേ. കുറേ നേരം അവിടെ നിന്നിട്ട് ആണ് നമ്മൾ ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അതേപോലെ തന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ കോസ്റ്റും കൂടും. ഓക്കെ, അപ്പം നമ്മൾ ടേബിൾ മോൾഡഡ് ബ്രിക്ക് എന്താ പറഞ്ഞത്? നമ്മൾ ടേബിൾ മോൾഡഡ് ബ്രിക്ക് ഇതുപോലൊരു ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ട് ചെയ്യുന്നത്. ടേബിളിൻ്റെ സൈസ് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മോൾഡ് ഉപയോഗിക്കാറുണ്ട്. വാട്ടർ പോട്ടുകൾ, വെള്ളം നിറച്ച കുടങ്ങൾ, അതേപോലെ പാലറ്റ് ബോർഡുകൾ, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സമയം കൂടുന്നതിനനുസരിച്ച് ഈ മോൾഡറിൻ്റെ എഫിഷ്യൻസി കുറയും. മോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ എഫിഷ്യൻസി കുറയും. എന്തുകൊണ്ടാണ്? കുറേ നേരം നമ്മൾ അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് എഫിഷ്യൻസി കുറയും, അപ്പം കോസ്റ്റ് കൂടും. ഓക്കെ, ഇനി ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്കാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഹാൻഡ് മോൾഡിങ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ടേബിൾ മോൾട്ടഡും ഗ്രൗണ്ട് മോൾട്ടഡും ഉണ്ട്. അതിൽ ഗ്രൗണ്ട് മോൾട്ടഡ് എന്താണ്? ഈ പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലെവൽ സർഫസിൽ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിൽ ലെവലായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇവിടെ മോൾഡിങ് നടത്തുന്നത്. ആദ്യം നമ്മൾ ഫൈൻ സാൻഡ് അതിന് മുകളിൽ വിതറും, സ്പ്രിങ്കിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇഷ്ടിക നിർമ്മിക്കുന്ന മോൾഡ് വെള്ളത്തിൽ മുക്കും. എന്നിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കും. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ക്ലേ പ്രസ് ചെയ്ത് നിറയ്ക്കും. എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ക്ലേ നമ്മൾ പ്രസ് ചെയ്ത് നിറയ്ക്കും. ഇനിയിപ്പോൾ കൂടുതൽ ക്ലേ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വുഡൻ സ്ട്രൈക്ക് വെച്ചോ മെറ്റൽ സ്ട്രൈക്ക് വെച്ചോ അതിനെ നീക്കം ചെയ്യും. ഒന്നെങ്കിൽ വുഡൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ മെറ്റൽ സ്ട്രൈക്ക് വെച്ചിട്ട്. ഓക്കെ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വുഡ് കൊണ്ടോ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഷാർപ്പ് അടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ മോൾഡിൽ നിറച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ക്ലേനെ എന്ത് ചെയ്യും, നീക്കം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോൾഡ് എപ്പോഴും വാട്ടറിൽ ഡിപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി നിർമ്മിച്ച ബ്രിക്കിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു ദിവസം 8 മണിക്കൂറിൽ 750 ബ്രിക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാം ഈ ഗ്രൗണ്ട് മോൾഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഇതാണ് നമ്മൾ ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്കിൻ്റെ എടുക്കുന്നത്. ലെവലായിട്ടുള്ള ഗ്രൗണ്ടാണ്. അവിടെ സാൻഡ് ആദ്യം സ്പ്രിങ്കിൾ ചെയ്യും, എന്നിട്ട് മോൾഡ് വെക്കും. ഓക്കെ, മോൾഡ് വെച്ചതിന് ശേഷം മോൾഡിൽ നമ്മൾ ക്ലേ ഒക്കെ ഫില്ല് ചെയ്യും. എന്നിട്ട് അധികമുള്ള ക്ലേനെ സ്ട്രൈക്ക് ഉപയോഗിച്ച് നീക്കം ചെയ്യും. ഒരു ദിവസം 8 മണിക്കൂറിൽ 750 ബ്രിക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇനി മെഷീൻ മോൾഡിംഗ് ആണ്. നമ്മളിപ്പോൾ ലാർജ് സ്കെയിലൊക്കെ ബ്രിക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കണമെങ്കിലാണ് മെഷീൻ മോൾഡിംഗ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എക്കണോമിക്കലാണ്. മാത്രമല്ല കുറേ ക്വാണ്ടിറ്റി ബ്രിക്കുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട്. അപ്പം ഈ മെഷീൻ മോൾഡിങ്ങിൽ നിർമ്മിച്ചെടുക്കുന്ന ബ്രിക്കിന് താരതമ്യേന എന്തായിരിക്കും, വളരെ ഹാർഡായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള മെഷീൻ മോൾഡിംഗ് ആണുള്ളത്. പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഡ്രൈ ക്ലേ മെഷീനും. എന്താണ് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ? അപ്പം ഈ മെഷീനിൽ ഒരു റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു മെഷീൻ എന്തുണ്ടായിരിക്കും, ഒരു ചതുരാകൃതിയിലുള്ള ഒരു തുള പോലെ ഉണ്ടായിരിക്കും. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്കിൻ്റെ നീളത്തിനും വീതിക്കും തുല്യമായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു മോൾഡ് ഉണ്ട്. അപ്പം മോൾഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒരു തുള പോലെ സംഭവം ഉണ്ടാവും. ഓക്കെ, അത് ആകൃതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ സൈസിനോട് തുല്യമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഗ്ഗിങ് ചെയ്ത ക്ലേ എന്ത് ചെയ്യും, ഇതിനുള്ളിൽ നിറയ്ക്കും. ഓക്കെ, നിറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ ഉപയോഗിച്ചിട്ട്
പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ ഉള്ള ബ്രിക്കിന് ആവശ്യമുള്ള ഷേപ്പ് നൽകാൻ വേണ്ടിയിട്ട് വയർ മെഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഈ ഒരു വയർ മെഷിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പിൻ്റെ തിക്നെസ് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ തിക്നെസ്സിനോട് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വയർ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ വയർ കട്ട് ബ്രിക്ക് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ എന്താണ്, ഒരു മോൾഡ് ഉണ്ടാവും, മോൾഡിൻ്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ സൈസും വിടുത്തും എന്തിനോട് തുല്യമായിരിക്കും, ബ്രിക്കിനോട് തുല്യമായിരിക്കും. ഓക്കെ, പഗ്ഡ് ക്ലേ നമ്മൾ ഈ മോൾഡിൽ നിറയ്ക്കും. ഇതിൽ നിന്നും വരുന്ന ബ്രിക്കിനെ ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വയർ ഉപയോഗിച്ച് കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ വയർ കട്ട് ബ്രിക്ക് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഡ്രൈ ക്ലേ മെഷീനാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്ലേനെ പൗഡർ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനാവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അതിനാവശ്യമുള്ള പേസ്റ്റ് രീതിയിലാക്കും. അതിനുശേഷം മോൾഡിൽ നമ്മൾ നിറയ്ക്കും. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമ്മൾ ഈ ഒരു മോൾഡിൽ പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രിക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രസ്ഡ് ബ്രിക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈയിങ്. ഓക്കെ, അപ്പോൾ ഡ്രൈയിങ് നമ്മൾ ഈ മോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും ഇടയിലുള്ള ഒരു ഫോമാണ് അല്ലേ. അപ്പം അതിന് നമുക്ക് ഡ്രൈ ചെയ്തെടുത്തില്ലെങ്കിൽ ക്രാക്കുകൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പെട്ടെന്ന് ഫെയിലാവാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ബേണിംഗ് പ്രോസസ്സിന് തൊട്ട് മുന്നേ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡ്രൈയിങ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 2 രീതിയിലുള്ള ഡ്രൈയിങ് ഉണ്ട്. നാച്ചുറൽ ഡ്രൈയിങ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ഉണ്ട്. നാച്ചുറൽ ഡ്രൈയിങ് ആണെങ്കിൽ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഡ്രൈ ചെയ്തെടുക്കും. 3 മുതൽ 10 ദിവസം വരെ അതിനാവശ്യമാണ്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണെങ്കിൽ 1 മുതൽ 3 ദിവസം കൊണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ബ്രിക്ക് അടുക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ കേട്ടോ. മെത്തേഡ് ഓഫ് ഡ്രൈയിങ്, ബ്രിക്ക് എങ്ങനെ ഡ്രൈ ചെയ്യുന്നു എന്നുള്ളത്. ഇതിനിടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാനുള്ളത്. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്